UDF-ന്റെ വനിതാ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് ചാണകവെള്ളവും മറ്റു മാലിന്യങ്ങളും ഒഴിച്ച് 3 മണിക്കൂർ വലിച്ചു നീട്ടി ചർച്ച കൊണ്ടുപോയി വസ്ത്രാക്ഷേപം പോലും നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂത്താട്ടുകുളം മോഡലിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. PV അൻവർ MLA ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയ MLA-യെയും മെമ്പറുടെ ഭർത്താവിനെയും ഒക്കെ ആക്രമിക്കാൻ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ CPM-നോട് പറയുന്നു, ചുങ്കത്തറയിൽ നിങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ പിടിച്ചെടുത്ത ഈ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റ് പഞ്ചായത്തുകൾ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൽ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും. PV അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും PV അൻവറിലൂടെ തന്നെ പിണറായിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഒരു തർക്കവുമില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, PV അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. ജനാധിപത്യത്തിലെ കൂട്ടക്കൊല ചെയ്യാൻ നടത്തിയ CPM-ന്റെ കാട്ടുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്കത്തറയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം കരുളായിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരുളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 60-ൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ 397 വോട്ടുകൾക്ക് ഞങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞു. ഇത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ്. ഒരേ ദിവസം ചുങ്കത്തറയിലും കരുളായിലും CPM-ന് ലഭിച്ചിരിക്കുന്നത് ഇരട്ട പ്രകടനമാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ടി മധുരമാണ്. തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. അവിടെ DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു. PV അൻവറിനെ രാഷ്ട്രീയമായി സംരക്ഷിക്കുമെന്നാണ് DCC അധ്യക്ഷൻ പറയുന്നത്. അരിയാടൻ ഷൗക്കത്തിനൊപ്പം നിർത്തിയാണ് DCC പ്രസിഡന്റിന്റെ ഈ പരാമർശം. അപ്പോൾ എന്താണ് UDF പക്ഷത്തേക്ക് PV അൻവർ വരുന്നതിന്റെ ഒക്കെ സൂചനയായി ഒക്കെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ.